നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കി പറയില്ല, മൊട്ട ആൾക്കാരെ അറിയുള്ളൂ. സുനിൽകുമാർ, അനിൽകുമാറോ, ഡോക്ടർ അനിൽകുമാറോ എന്താണ് അദ്ദേഹം ഇപ്പോൾ പോക്സോ കേസിൽ അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിർദോഷമായിട്ടൊരു കാര്യം, ഒരു പെൺകുട്ടി വഴികളെ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്തായാലും ഞങ്ങൾ വളർന്നു പോയല്ലോ. പക്ഷെ ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞാറിയോ, ആ ചേട്ടൻ പറയുക, എന്താടി നീ അങ്ങ് വളർന്നു പോയല്ലോ എന്ന് ചോദിച്ചത്. കുട്ടി പോയിട്ട് വീട്ടിൽ പറഞ്ഞാറിയോ, ആ ചേട്ടൻ ചോദിക്കുക, എന്താടി നിന്റെ അങ്ങ് വളർന്നു പോയല്ലോ എന്ന് ചോദിച്ചു എന്ന്. ആ കുട്ടി തെറ്റി പറഞ്ഞായിരിക്കും, കഴിഞ്ഞില്ലേ. പിന്നെന്താ സംഭവിക്കുക? കേരളത്തിന്റെ സ്ഥിതി ഇപ്പം എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് അറിയാത്ത അവസരമാണ് പുരുഷന്മാർ മുഴുവൻ. ഈ പണ്ടത്തെ രാജാക്കന്മാർ അവർ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്വാതന്ത്ര്യം കൊടുക്കും. പക്ഷേ 4-5 പേര് കൂടി ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇടവിട്ട് കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ചാരന്മാരെത്തും. എന്താ അവർ പറയുന്നറിയാൻ. കാരണം എല്ലാ രാജാക്കന്മാരും തലയിൽ വാളുണ്ട്, എപ്പോഴാണ് പൊട്ടി വീഴുന്ന അറിയില്ല. ഒരു പ്രജയ്ക്ക് പ്രശ്നമില്ല, പ്രജ എന്നും പ്രജയാ. ഈ രാജാവ് മാറി ആ രാജാവ് വന്നാലും, ആ രാജാവ് മാറി വേറൊരു രാജാവ് വന്നാലും പ്രജയാ, പാവം. അയാളുടെ കാര്യം സുരക്ഷിത. പക്ഷേ രാജാവിൻ്റെ കാര്യവും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും സുഷുപ്തിയിലാണെങ്കിലും അയാൾ ഭീതിതനാണ് എന്നർത്ഥം. ആരാണോ എപ്പോഴാണോ ഏത് സമയത്താണോ വാളും കൊണ്ട് വരിക എന്നറിയില്ല. അതാണ് ഒരു രാജാവിൻ്റെ സ്ഥിതി. ഇതെല്ലാ കാലഘട്ടത്തിലുള്ള ഭരിക്കുന്ന വർഗത്തിന് എപ്പോഴും കൂട്ടായ്മകളെ പേടിയാണ്. ഇവിടെ ഒരു ചാനൽ ഏകദേശം 2 വർഷത്തോളം മുക്ര താങ്ങി. അതിനു വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ 5 കോടിയുടെ മേലെ ഒരു 10 കോടിയുടെ താഴെ അതിന് പൈസയും ചെലവിട്ടു. ആ സാധനം ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ ചാനലിൽ. ഇപ്പോൾ 1 വർഷമായിട്ട് ആയതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ അളന്ന് മുറിച്ച് ആണ് വാക്കുകൾ പറയുന്നുള്ളൂ. കാരണം വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ പൂട്ടിപ്പോയിരിക്കും നല്ലത്. കാരണം 1 രൂപ 2 രൂപ വലിയ വലിയ വക്കീൽമാരെ വെച്ച്, വക്കീൽമാർ വായ തുറക്കാൻ 1 ലക്ഷം, വായ മൂടിയ 1 ലക്ഷം, വായ വീണ്ടും തുറന്ന 1 ലക്ഷം, അങ്ങനത്തെ വക്കീൽമാരെയും പിടിച്ചു കൊടുത്തിട്ടാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അതോടുകൂടിയിട്ട് മറ്റെല്ലാ ചാനലുകളും പിൻവാങ്ങി. അവരുടെ ആ ഒരു ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടക ഹനുമാൻ അവസാനം ഭീമന് തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓട്ടം തുള്ളയ്ക്കും കാണിക്കുക, ഇങ്ങനെയാണ് പിടിച്ച് കാണിക്കുക, എന്നിട്ട് കൈയൊക്കെ വിടർത്തി കാണിക്കും. ആ അവസ്ഥ പോയി. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചാനലുകൾ മുഴുവൻ. നമ്മുടെ നാട്ടിൽ പറയുന്ന കുറേ തമാശകളുണ്ട്. എന്നെ കാണുമ്പോൾ അത് താൻ ചത്തിലടോ, എനിക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൂടി കേസ് തുറക്കാം, ഡബിൾ മീനിങ്. മുമ്പ് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എന്താടി നീ അങ്ങ് വളർന്നു പോയല്ലോടി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടിസ്റ്റ് ചെയ്താൽ മതി, നീ അങ്ങ് വളർന്നു പോയല്ലോടി എന്നുള്ളത്, നിന്റെയൊക്കെ അങ്ങ് വളർന്നു പോയല്ലോടി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ പോകാം. പിന്നെ ഗവൺമെൻറ് ചിലവിൽ കുറച്ചാൽ താമസിക്കാം. തിരിച്ചു വരുമ്പോൾ പിന്നെന്താ, ജയിൽ പുള്ളിയാ. പിന്നെ ആൾക്കാരെന്താ പറയാ, അപ്പോൾ ഒന്നാളില്ലേ അയാളൊരു ലംബടനാ നോക്കി പറഞ്ഞു കളയും. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർലമെൻറ്റിലൊരു നിയമമുണ്ട്, ഏതോ 10 or 60 വാക്കുകൾ, സ്പെഷ്യൽ വാക്കുകളുണ്ട്, അതൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് രേഖയിൽ വരില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥിതി. ഇവിടെ ഇനി ഏതൊരു മേഖല ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒരാളോട്, അപ്പുറത്തൊരു പ്രായം ചെന്ന ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചോദിക്കുക എവിടേക്കാ,
അപ്പം അയാൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്കായി ഈ വയസ്സുകാലത്ത് എന്ന് ചോദിക്കുന്ന പോലെ അയാൾ ധരിച്ചാലോ, എടുത്തവനെ അയാൾ പറയും. ചിലർക്ക് ചില മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കും. അയാൾ ചോദിക്കും, ഞാൻ അവിടേക്കാൻ തനിക്കെന്താ, കണ്ടക്ടറെ ഇയാൾ എന്നെ അപമാനിച്ചു, ദ്വയാർത്ഥം പറഞ്ഞു. ആയതുകൊണ്ട് ഏതൊരു വാക്കിനെയും നമുക്ക് ദ്വയാർത്ഥ പ്രയോഗമായിട്ട് എടുക്കാം. വാക്കുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാർ. അവരാണ് ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത്. രാഷ്ട്രീയക്കാർ കാലത്ത് പോലും വൈകുന്നവരും അൾട്ടിമേറ്റ്ലി ദേ ആർ സ്പീക്കേഴ്സ്. അപ്പം അവരാണ് പെടാൻ പോകുന്നത്. വക്കീൽമാർ, അവരാണ് അടുത്ത ആൾക്കാർ പെടാൻ പോകുന്നവർ. അവരെപ്പോഴും വാക്കുകളെ കൊണ്ടാണല്ലോ വാക്കിൻ്റെ ഉള്ളിൽ കീല് ചേർത്തിട്ടാണല്ലോ വക്കീലായത്. ഞാൻ പറഞ്ഞല്ല, കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞ നീ അതിൻ്റെ പേരിൽ കേസ് വേണ്ട കേട്ടോ. വാക്കിന് കീല് ചേർക്കുന്നവൻ വക്കീല്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് മതി. ഇനി ദ്വയാർത്ഥം സ്വാമിയുടെ വക പിടിക്കവനെ. ആയതുകൊണ്ട് തന്നെ കേരളത്തിലിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ചാനലുകൾ, അതൊരു കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ ചാനലിന് എപ്പോഴും നോട്ടം വയ്ക്കും രാജാക്കന്മാർ, ഭരിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ കൂട്ടം എന്നാണെങ്കിൽ നമ്മൾ പറയില്ല LDF UDF എന്നൊക്കെയും പറയുന്നത്. തങ്ങൾക്ക് അനുകൂലമാണോ, തങ്ങൾക്ക് പ്രതികൂലമാണോ, അതോ തങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവും അല്ലാതെ നിസ്സംഗത പാലിക്കുന്നവരാണോ അതാ നോക്കുന്നത്. രാഷ്ട്രീയം നോക്കിയിട്ടും മതം നോക്കിയിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. നിങ്ങളുടെ പുറകിൽ നിങ്ങളുടേതായിട്ടൊരു ബലം വേണം, ആൾബലം വേണം. അതല്ലെങ്കിൽ ലക്ഷ്മിക്കുട്ടിയമ്മ പിന്നാലെ വേണം, അഥവാ ജോർജ് കുട്ടി പിന്നാലെ. ഹിന്ദുക്കൾ പറയുമ്പോൾ ലക്ഷ്മിക്കുട്ടി, ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ജോർജ് കുട്ടി, പൈസ. ഏതൊരു ബലമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തല തെറിക്കുന്ന ഉറപ്പായി. ഇപ്പോൾ ഇത്രയും കാലം സ്ത്രീ പീഡനം മുതൽ വാക്ക്, ഏതൊരു ബസ്സിൽ ആരും കിടന്ന് ഉറങ്ങണ സമയത്ത് ഒരു പെണ്ണിൻ്റെ മേലേക്ക് ചാരിയാൽ മതി, ഉടനെ തന്നെ അയാളെ കയറി പിടിക്കാൻ വരും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നടന്നിട്ടുണ്ട്. ഹരിപ്പാട് വെച്ചൊരാളെ, ഒരു നിരപരാധി പാവം അംഗപ്രത്യംഗങ്ങൾ കേടായിരിക്കുന്ന ഒരാളെ അയാളുടെ പേരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അവസാനം ആ പെണ്ണിന് കിട്ടി. എല്ലാവരും കൂടിയിട്ട് അതിനായിട്ട് പൊങ്കാല തട്ടി കളിച്ചു. അപ്പം ആയതുകൊണ്ട് തന്നെ ഇനി നിരന്തരം ഇപ്പം എന്നെപ്പോലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ദൈ മുറിക്കുക കത്താൻ, ഗുഹയുടെ കത്താൻ ഞാൻ. ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മുഴുവൻ തമിഴന്മാരാ. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വിളിച്ച് ദേവേ എന്ന് വെച്ചാൽ മലയാളം പറഞ്ഞിട്ട് അവർക്ക് വല്ലതും അറിയോ. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലും സൗഖ്യമാ, വണക്കമാ, അല്ലെ വണക്കം, സൗഖ്യമാ, ഒരു പഴം കൊടുങ്ക, 2 ഇഡ്ഡലി കൊടുങ്ക, അരിശ് കൊടുങ്ക, ഇതല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ അറിയാവുന്ന പാൽ കുട്ടി വളർത്ത കളി, പളം കൊടുത്ത് പാത്ത കളി, ഇതൊക്കെ എനിക്കറിയില്ല. പിന്നെ ഏതാ പോനാൽ പോട്ടും പോടാ, അങ്ങനെ സിനിമ പാട്ടറിയാം. അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഒരു പോക്സോയിൽ ഞാൻ കുടുങ്ങില്ല. മാത്രമല്ല ഇപ്പം കേരളത്തിൽ നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പണ്ടൊക്കെയും നമ്മൾ കുട്ടികളെ കാണുമ്പോൾ മിഠായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളൊരു കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്ത് വേണ്ട പറയും. അമ്മയോ അച്ഛനോ പറയണം മോള് വാങ്ങിച്ചോ മോളെ, അവർക്ക് അറിയുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ കുട്ടി വാങ്ങിക്കില്ല. കുട്ടികളുടെ മനസ്സിൽ കണ്ടൊരു ബോധതലം വിടർത്തിയിരിക്കുകയാണ്. ആരും വിശ്വസിക്കരുത്. കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കണ്ടെങ്കിൽ മിഠായി കൊടുത്ത് കുട്ടിയെ വശീകരിച്ച്, ഇതൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്, നിരന്തരം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലെടുത്തുകൊണ്ട് ചോദിക്കും, തനിക്കിപ്പോൾ എന്താ എൻ്റെ കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ, താൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കളയും. അയാൾ നല്ല മനസ്സോട് കൂടിയിട്ട് പാവം. അപ്പം ആയതുകൊണ്ട് തന്നെ കേരളത്തിലിപ്പോൾ ഈ മുട്ട നമ്മളുടെ ഡോക്ടർ അനിൽകുമാറോ സുനിൽകുമാറോ അദ്ദേഹം മറ്റേ റിപ്പോർട്ടർ ചാനലിൻ്റെ ഏതോ സ്ഥലത്തിലിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കരിയർ ഏതെങ്കിലും കാരണവശാൽ ഈ കേസ് ജാമ്യം കിട്ടാതെ വരിക. ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വന്നോട് കൂടിയിട്ട് ഇനി അയാൾക്ക് ജാമ്യം കൊടുത്ത ആൾക്കാർ പറയില്ല അതെന്താ അങ്ങനെ. ബോബി ചെമ്മണ്ണൂരിനൊരു നീതിയും
റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവിക്ക് വേറൊരു രീതിയും അത് ശരിയാണോ അത് ചോദിക്കില്ലേ? അപ്പം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാതെ വന്നാൽ, ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ ഉടനെ തന്നെ പാമ്പും കോണിയിലും പോലെയാവും. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അദ്ദേഹം പ്രൊഫസറായിരുന്നു ഏതൊരു കോളേജിൽ. അത് രാജിവെച്ചിട്ടാണ് ഈ ഒരു കരിയറിനോട് താല്പര്യം തോന്നിയിട്ട് ഇങ്ങോട്ട് വന്നത്. അവിടെ പഠിപ്പിച്ച തന്നെ പറയുകയല്ലേ ചെയ്യുന്നത്. ഏതൊരു കോമഡി ഷോയിൽ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിച്ച ആൾക്കാർ IAS-കാരായി, IPS-കാരായി, ശാസ്ത്രജ്ഞന്മാരായി, ഇന്ത്യ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് മാഷ് ഇപ്പോഴും ഈ ഗതി തന്നെ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപ്പിള് ആ തലയിൽ വീണപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ ഇപ്പം നിങ്ങളെന്ന് ചോദിച്ച പോലെ. അത് ഈ പഠിപ്പിച്ച് ബോയ്ൽസിലോ ചാൾസിലോ എന്നും പറഞ്ഞ് അതായത് അതല്ലല്ലോ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് വേണ്ടേ. അതിനാണ് വലിയ ജോലിയും കളഞ്ഞ് ആ മനുഷ്യൻ പിടയ്ക്ക് വന്നത്, റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നത്, അല്ലെങ്കിൽ ചാനലിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാലത്ത് പോലെ വൈകുന്നേരം വരെ അവർക്ക് എന്താ ഡ്യൂട്ടി? ഡാൻസ് കളിക്കാനാണോ ഡ്യൂട്ടി? അല്ല പന്ത് കളിക്കാനാണ് ഡ്യൂട്ടി? വർത്താനം പറയലാണ് ഡ്യൂട്ടി. ഇനി വർത്താനം പറയുന്ന സമയത്ത് ഓരോ വാചകത്തിൻ്റെ മുമ്പിലും 1.5 മിനിറ്റ് ആലോചിച്ചിരിക്കണം. അടുത്ത വാചകം ഇങ്ങനെ പറഞ്ഞാൽ അന്ന് ദ്വയാർത്ഥമാകുമോ? അപ്പം നാക്കിന് കെട്ടിട്ടു, വാക്കുകൾക്ക് കെട്ടിട്ടു, മനസ്സിനും ബുദ്ധിക്കും കെട്ടിട്ടു. നമ്മളിനി സഞ്ചരിക്കുന്ന സമയത്ത് ട്രെയിൻ കാത്തിരിക്കുമ്പോൾ ഒരു സീറ്റിൽ വന്നിരിക്കുന്നു, അപ്പുറത്തൊരു അമ്മയും മകളും ഇരിക്കുന്നു. അത് ആ കുട്ടിക്കൊരു 2-3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ കവളത്ത് പിടിച്ച് കഴിയുമ്പോൾ അയാൾ പറയും, ആ സ്ത്രീ ചെവിടുത്തെന്ന് വെച്ചിട്ട് തനിക്ക് എന്തിൻ്റെ കേടാണോ എന്ന് ചോദിച്ചാലോ അതുകൊണ്ട് അവസാനിക്കില്ല. അവിടെ റെയിൽവേ പോലീസ് വരും, തൻ്റെ യാത്രയും മുടങ്ങും, എല്ലാം മുടങ്ങും. നേരെ അവിടേക്കാവും പിന്നെ യാത്ര. അതുകൊണ്ട് ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടി നല്ല ഇവിടെ ഇടും, ഇവിടെ കെട്ടുവിടും. അതുപോലെ കുറച്ചുകൂടി കട്ടിയിലുള്ള ഒരെണ്ണം റിപ്പോർട്ടർ ചാനലുകാർ മുഴുവൻ പിന്നെന്താ പറയുക, മീഡിയ വൺ ചാനലുകാർ മുഴുവൻ പട്ടിയെ പോലെ കുരയ്ക്കാം. വർത്താനം പറയാൻ പറ്റില്ല. വർത്താനം പറഞ്ഞാൽ ദ്വയാർത്ഥം ഉറപ്പാ. ഭരിക്കുന്ന ആളുകൾ, ജില്ല ഭരിക്കുന്ന ആളുകളാവട്ടെ, അതല്ലെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ നാട് ഭരിക്കുന്നവരാകട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത കർമ്മമാണ് ഒരാൾ ചെയ്തത്. ചില പഞ്ചായത്തിലാകുമ്പോൾ പഞ്ചായത്തുകാർക്ക് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഏതൊരു മാഷ് ഏതൊരു ടീച്ചർ നോക്കി ടീച്ചറേ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ദേഷ്യം പറഞ്ഞാൽ പഞ്ചായത്ത് അധികൃതർ കംപ്ലൈൻറ്റ് ചെയ്തു. അയാൾ തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഇങ്ങനെ ടീച്ചറേ എന്ന് പറഞ്ഞു. പറഞ്ഞോ. നാട് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത ചാനലുകാരുണ്ടെങ്കിൽ ആ ചാനലുകാർ എന്തിനു പറഞ്ഞാൽ ദ്വയാർത്ഥം. അപ്പം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഡോക്ടർ അനിൽകുമാറിന് സംഭവിച്ചതും മീഡിയ വണ്ണിക്ക് സംഭവിച്ചതൊന്നും ഇനി മറ്റുള്ള ചാനലുകൾക്ക് സംഭവിക്കാതിരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇതിന് ചാനലിൽ വരുമ്പോൾ മാത്രമല്ല കേട്ടോ, ചാനലിൽ വന്നിട്ട് അവരവിടെ റിപ്പോർട്ട് പറയുമ്പോൾ മാത്രമല്ല കേട്ടോ, വീട്ടിലുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, ഒക്കെ സ്ത്രീകളാ. എന്തെങ്കിലും കാരണവശാൽ ദേഷ്യത്തിൽ ഈ പണ്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഭാര്യ പോയിട്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യും, ഇയാൾ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇയാൾ എന്നെ മറ്റേ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ എന്നെ പീഡിപ്പിച്ചു എന്ന്. പോരെ, ഗാർഹിക പീഡനത്തിന് ആദ്യം മൂക്കത്ത് കുത്തി ഇടിച്ചു, കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി, എന്നെ നെടുമ്പുറത്ത് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു തെളിവ് കൊണ്ടുവന്നാലേ ഗാർഹിക പീഡനം ഉള്ളത്. ഇപ്പം ഒന്നും വേണ്ട, എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കാണിച്ചു പറഞ്ഞാൽ മതി, കാര്യം കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ കാലത്ത് എഴുന്നേറ്റ് പല്ല് തേച്ച് വൃത്തിയാക്കി ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുക. അത് കഴിഞ്ഞാലോ ഒന്ന് കാണിച്ച്. അങ്ങനെയല്ല
തന്നെ കുതിരവട്ടം പപ്പു അതിന് നല്ലൊരു സയൻസ് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. മിണ്ടാതെ ഉരിയാടാതെ അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. മിണ്ടാതെ ഉരിയാടാതെ തന്നെ കേസ്, വേറെ മാർഗവുമില്ല. അല്ലെങ്കിൽ ഈശ്വരോ രക്ഷതു.